Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവി കണ്ടതോടെ 1 മാസക്കാലത്തെ നോമ്പ് പൂർത്തിയാക്കി നാടെങ്ങും തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ പള്ളികളിൽ നടന്ന ഈദ്ഗാഹിനും പെരുന്നാൾ നമസ്കാരത്തിനും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. എമ്പുരാൻ എഡിറ്റ് ചെയ്യാൻ തയ്യാറായത് ഫാസിസ്റ്റ് പേടിയുടെ ഭാഗമായാണെന്നും വർത്തമാനകാല ഭാരതത്തിലെ നവഫാസിസത്തിന്റെ മുഖങ്ങളെ മുഖ്യധാരാ സിനിമയുടെ ക്യാൻവാസിൽ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ചരിത്രപരമായ പ്രാധാന്യമെന്നും പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട കരിവള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനിയും വൈക്കം സത്യാഗ്രഹ നായകനുമായ കീഴേട്ടില്ലം രാമൻ ഇളയതിന്റെ മക്കൾക്കായി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന് തറക്കല്ലിട്ടു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP യാണ് തറക്കല്ലിട്ടത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനവും ഘോഷയാത്രയും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ പ്രഖ്യാപനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. 1 മാസക്കാലത്തെ നോമ്പ് പൂർത്തിയാക്കി നാടെങ്ങും തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പയ്യന്നൂർ ടൗൺ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഇത്തവണ നോമ്പ് 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. വ്രതത്തിലൂടെ നേടിയ പവിത്രതയും ചൈതന്യവും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കാം എന്ന പ്രതിജ്ഞയോടെയാണ് ഓരോ വിശ്വാസിയും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഫിത്തർ സക്കാത്ത് വിതരണവും പൂർത്തിയാക്കിയിരുന്നു. കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ 29 ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കിയത്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശ്വാസികൾ മസ്ജിദുകളിലെത്തി പെരുന്നാൾ നമസ്കാരം നടത്തി. തുടർന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളിൽ സിയാറത്ത് നടന്നു. ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവച്ചുമാണ് ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങിയത്. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ചെറിയ പെരുന്നാൾ ആഘോഷം പങ്കിട്ടു. ശേഷം ബന്ധുവീടുകളിലും സുഹൃത്ത് വീടുകളിലും സന്ദർശനം നടത്തി. ദുഃഖവും സന്തോഷവും ഇടകലർന്ന മാനസികാവസ്ഥയിലൂടെയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 മാസം വ്രതത്തിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും ഇഅ്തികാഫിലൂടെയും നാം നേടിയെടുത്ത ആത്മചൈതന്യം തന്നെ ഒരു പുതിയ മനുഷ്യനാക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷം, അതിലുപരി റമളാനിനെ നാം പിരിഞ്ഞു എന്നതിലുള്ള ദുഃഖവും, മാത്രവുമല്ല നമുക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ ആകാശത്തിൻ്റെ താഴെ ഭൂമിക്ക് മുകളിൽ എല്ലാം നഷ്ടപ്പെട്ട ഗസ, ഫിലസ്തീനിലെ മക്കൾ, അവരെയും കൂടെ നാം ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അവർക്കും പെരുന്നാളുണ്ട്, നമ്മൾക്കും പെരുന്നാളുണ്ട്. അവർ നമ്മളെപ്പോലെ അത്താഴം കഴിച്ചിട്ടല്ല നോമ്പെടുത്തത്. അതുപോലെ തന്നെ അവർ നമസ്കരിക്കുന്നത് നമ്മുടെ പോലെ പുതുവസ്ത്രങ്ങളോ ആധുനികവൽക്കരിച്ച പള്ളികളിലോ അല്ല. നമുക്ക് ഈ സമയത്ത് അവരെയും കൂടെ ഓർക്കേണ്ടതുണ്ട്. അവരെ നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പയ്യന്നൂർ ടൗൺ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണ വിതരണവും നടന്നു. അക്രമവും ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സമൂഹം ലഹരിമുക്തമാവുക എന്നുള്ളതാണ് ഇത്തവണ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തിട്ടുള്ള പെരുന്നാൾ സന്ദേശം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവി കണ്ടതോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലായി. തൃക്കരിപ്പൂരിൽ വിവിധ പള്ളികളിൽ നടന്ന ഈദ്ഗാഹിനും പെരുന്നാൾ നിസ്കാരത്തിനും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആരാധനാകർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബരെ സഹായിച്ചും നേടിയെടുത്ത ആത്മചൈതന്യത്തിലാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നത്. പെരുന്നാൾ നിസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും പള്ളികളിൽ നിരവധി പേർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ചൊവ്വേരി മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് വാജിദ് ഹനീഫി നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിനും പ്രത്യേക പ്രാർത്ഥനയ്ക്കും പള്ളി ഖത്തീബ് ചുഴലി മുഹയുദ്ദീൻ മൗലവി നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഒരു മാസം നീണ്ട വിശ്വാസികളുടെ റംസാൻ വ്രതത്തിന് പരിസമാപ്തി. പെരുന്നാൾ നമസ്കാരവും ഭവന സന്ദർശനങ്ങളുമായി ആഹ്ലാദത്തിന്റെ ദിനം. പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും കൈകളിൽ മൈലാഞ്ചി വിസ്മയങ്ങൾ വിരിഞ്ഞു. സാഹോദര്യത്തിന്റെ സന്ദേശം വിളിച്ചോതി മറ്റൊരു പെരുന്നാൾ കൂടി. മൈലാഞ്ചി മണമാണ് പെരുന്നാളിന്. പുണ്യരാവുകളുടെ തണുപ്പിൽ നിന്നും പതിയെ പെരുന്നാളിന്റെ ആമോദത്തിലേക്ക് നീങ്ങുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നതും മൈലാഞ്ചിയുടെ മണം. പുത്തനുടുപ്പും അതിനൊപ്പിച്ച മാലയും വളയും കമ്മലും പുതുമണത്തിൽ നിറയുമ്പോൾ അതിൽ മൈലാഞ്ചിയുടെ പരിമളമൊന്ന് വേറെ തന്നെയാണ്. മൈലാഞ്ചിയിട്ട് കൈകൾ ചോപ്പിക്കുന്നതിന് പ്രായപരിധിയില്ല. ചെഞ്ചോ പണിഞ്ഞ കൈകൾ കാണുമ്പോൾ പ്രായമൊന്ന് കുറഞ്ഞു എന്ന തോന്നലാണ് പലർക്കും. അത്രക്കും കേമത്തരം മൈലാഞ്ചി കൊണ്ട കൈകളിൽ കാണിച്ചിരിക്കും. പെരുന്നാളോടടുക്കുമ്പോൾ മൈലാഞ്ചി ഇടാൻ അറിയുന്നവരെ തേടിപ്പിടിച്ചു പോകുന്ന കാലമല്ലിത്. പറമ്പിലെ മൈലാഞ്ചി ചെടിയിൽ നിന്ന് ഇല നുള്ളിയെടുത്ത് അരച്ച് തേച്ചിരുന്ന കാലവും പോയി മറഞ്ഞു. ഒപ്പം മൈലാഞ്ചി ചെടികളും കുറ്റിയറ്റുപോയിരിക്കുന്നു. അങ്ങാടിയിൽ നിന്നും വാങ്ങിക്കുന്ന ട്യൂബ് മൈലാഞ്ചിക്ക് നറുമണവുമില്ല. പഴയകാലത്തെ ഊഷ്മളതയും ആനന്ദവുമൊക്കെ എവിടെയോ ചോർന്നുപോയി. എങ്കിലും ഹൃദയത്തിനകത്ത് എവിടെയോ ആഹ്ലാദത്തിന്റെയും പ്രതീക്ഷയുടെയും തിളക്കം ബാക്കി വെക്കുന്നുണ്ട് ഓരോ പെരുന്നാളും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. എമ്പുരാൻ എഡിറ്റ് ചെയ്യാൻ തയ്യാറായത് ഫാസിസ്റ്റ് പേടിയുടെ ഭാഗമായാണെന്നും വർത്തമാനകാല ഭാരതത്തിലെ നവഫാസിസത്തിന്റെ മുഖങ്ങളെ മുഖ്യധാരാ സിനിമയുടെ ക്യാൻവാസിൽ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ചരിത്രപരമായ പ്രാധാന്യമെന്നും പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട കരിവള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ വാണിജ്യ അടിസ്ഥാനത്തിൽ താല്പര്യത്തോടെ നിർമ്മിക്കപ്പെടുന്ന ഒരു വലിയ ബിഗ് ബജറ്റ് ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് ഈ കൃത്യമായും ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ചരിത്രപരമായ ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ നടത്താൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. വർത്തമാനകാല ഭാരതത്തിലെ നവ ഫാസിസത്തിൻ്റെ മുഖങ്ങളെ ശക്തമായി അഭ്രപാളിയിൽ അടയാളപ്പെടുത്താൻ, അതും ഈ സമാന്തര സിനിമയുടെ ഒരു ചെറിയ ക്യാൻവാസിലില്ലാതെ മുഖ്യധാര സിനിമയുടെ ക്യാൻവാസിൽ തന്നെ ധൈര്യമായി അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ഒരു ചരിത്രപരമായ പ്രാധാന്യം. അതിമോശമായ അതിവികലമായ വർഗീയ ബോധത്തിനെ കൃത്യമായും അടയാളപ്പെടുത്തുവാൻ ഇങ്ങനെ പുതിയ തലമുറയിലെ എഴുത്തുകാരും സംവിധായകരും നടന്മാരും സാഹിത്യപ്രവർത്തകരും കവികളുമെല്ലാം ശക്തമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിനുള്ളൊരു നല്ല കൊള്ളാവുന്നൊരു ടെസ്റ്റ് ഡോസായിട്ട് വേണം എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങി കുറച്ചു കാലം കൊണ്ട് തന്നെ അത് ചെയ്യേണ്ട ദൗത്യം അത് ചെയ്തു കഴിഞ്ഞു. അതിന് ശേഷമുണ്ടാകുന്ന എഡിറ്റിങ്ങും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും അതിന് മുമ്പുള്ള ഡിസ്കഷനും അതിൻ്റെ അന്തസത്തയെക്കുറിച്ചുള്ള ഡിസ്കഷനും എല്ലാം ആരോഗ്യകരമാണ് എന്ന അഭിപ്രായമാണ് ഒരു കവി എന്ന നിലയിൽ എനിക്കുള്ളത്. സ്വാതന്ത്ര്യ സമര സേനാനിയും വൈക്കം സത്യാഗ്രഹ നായകനുമായ കീഴേട്ട് ഇല്ലം രാമൻ ഇളയതിന്റെ മക്കൾക്കായി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന് തറക്കല്ലിട്ടു. KPCC അധ്യക്ഷൻ K. സുധാകരൻ MP തറക്കല്ലിട്ടത്. സ്വാതന്ത്ര്യസമര സേനാനിയും വൈക്കം സത്യാഗ്രഹ നായകനുമായ കീഴേട്ടില്ലം രാമൻ ഇളയതിന്റെ മക്കൾക്കായി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന് പാണപ്പുഴ ഭൂദാന ഭൂമിയിൽ തറക്കല്ലിട്ടു. KPCC അധ്യക്ഷൻ K. സുധാകരൻ MP തറക്കല്ലിട്ടത്. പുതിയ തലമുറയുടെ മനസ്സിൻ്റെ അകത്തൊരു പുതിയ ആവേശം വന്നിട്ടുണ്ട്.
സ്വാതന്ത്ര്യ സമര കാലഘട്ടം, ജാതിയും മതത്തിൻ്റെയും അതിതീവ്രത നിലനിൽക്കുന്ന കാലഘട്ടം, കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത വിധം ഐക്യം ജീവിതത്തിൻ്റെ ഭാഗമായി, സമൂഹത്തിൻ്റെ ഭാഗമായി മാറിയ കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തെ തൂത്തുമാറ്റി അവർണനെയും സവർണനെയും വേർതിരിക്കാത്ത ഒരു കൊച്ചു സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ സഹിച്ച ത്യാഗോജ്വലമായ പോരാട്ടമാണ് നമ്മുടെ രാമനിളയത് നടത്തിയ പോരാട്ടം. രാമനിളയതിൻ്റെ കുടുംബചരിത്രം അറിയോ നിങ്ങൾക്ക്? ഏറ്റവും വലിയ ഭോജന്മയായിരുന്നു അദ്ദേഹം. നിരന്ന് തളച്ച് കിട്ടിയ ആനകൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അതിലേറെ ആനകൾ ആ പറമ്പത്ത് കെട്ടിയിട്ട ചിത്രം എൻ്റെ കയ്യിലുണ്ട്. അന്ന് കാറിൽ ഓട്ടിയ കുടുംബം പൂർവ്വതീലപൂർവം, അതിലൊന്ന് രാമനിളയതിൻ്റെ കുടുംബമാണ്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് TPR നാഥ്, അഡ്വക്കേറ്റ് TR മോഹൻദാസ്, രാജേഷ് മല്ലപ്പള്ളി, KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ, സർവോദയ മണ്ഡലം സംസ്ഥാന സെക്രട്ടറി C സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് വിജയബാലൻ, ഡോക്ടർ TM സുരേന്ദ്രനാഥ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ്, PK സരസ്വതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനവും ഘോഷയാത്രയും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ പ്രഖ്യാപനം നിർവഹിച്ചു. മണ്ടൂരിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ കുടുംബശ്രീ, ഹരിതകർമ്മസേന, വായനശാല ഭാരവാഹികൾ, അംഗൻവാടി പ്രവർത്തകർ, ഘടക സ്ഥാപന മേധാവികൾ, ജീവനക്കാർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രസിഡന്റ് M ശ്രീധരൻ പ്രഖ്യാപിച്ചു. ഹരിതകേരള മിഷന്റെ ഒരു അംഗീകാരവും ചെറുതാഴം പഞ്ചായത്തിന് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ബൃഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇവിടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഒരു ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപനം നടത്തുന്നതായി നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി അത് പ്രഖ്യാപിച്ചതായി അറിയിക്കുകയാണ്. ഇനി അങ്ങോട്ട് തുടർന്ന് എനിക്ക് പറയാനുള്ളത്, ഈ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഇത് തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. ഹരിതകർമ്മസേന വീട്ടിൽ വരുന്നുണ്ട്, അവരെന്ത് ഈ പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്, തുണി എടുക്കുന്നുണ്ട്, കുപ്പിച്ചീൽ എടുക്കുന്നുണ്ട്, ചെരുപ്പ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് മാലിന്യവും മികച്ച ഹരിത സ്ഥാപനം, മികച്ച ഹരിതകർമ്മസേന, മികച്ച പൊതുയിടം, മികച്ച വായനശാല, മികച്ച വിദ്യാലയം, മികച്ച കലാലയം എന്നിവയുടെ അവാർഡുകൾ വിതരണം ചെയ്തു. തുടർന്ന് 34 ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള ഉപഹാരവും വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി സുമേഷ് MV, KM ശോഭ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TV ഉണ്ണികൃഷ്ണൻ, PP അംബുജാക്ഷൻ, MT സബിത, ജൂനിയർ സൂപ്രണ്ട് നിഷ KP, ഹരിത കേരളം RP ശോഭ T എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ഇറങ്ങിപ്പോകുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് കവി മുരുകൻ കാട്ടാക്കട. കുണിയനിൽ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ഇറങ്ങിപ്പോകുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് കവി മുരുകൻ കാട്ടാക്കട. കുണിയനിൽ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ചരിത്രത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ചരിത്ര പുസ്തകത്തിൽ എന്താണെന്നറിയുമോ? കേരള ചരിത്ര പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് NCERT. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ പഠന ഗവേഷണ സ്ഥാപനമായ NCERT പറയുന്നു, എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കണം? ഒരു ചാപ്റ്ററിന്റെ ആവശ്യമില്ല, ഒരു പാരഗ്രാഫ് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചുള്ള ഭാഗം ഇപ്പോൾ ഒരു ചാപ്റ്റർ ഇല്ല, പകരം എത്രയേ ഉള്ളൂ? ഒരു പാരഗ്രാഫേ ഉള്ളൂ. അവർ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ, നമ്മൾ പറയുന്നത് എന്താ?
ശ്രീനാരായണ ഗുരുദേവനാണ് ഞങ്ങളുടെ നവോത്ഥാന കേരളത്തിന്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്നു. മലയാളിയെ, കേരളീയനെ കേരളീയനായി ലോകം മുഴുവൻ തിരിച്ചറിയാൻ ഇടയാക്കിയ മഹാനായ ആത്മഗുരു മാത്രമല്ല, ഭൗതികമായ ഞങ്ങളുടെ നേതാവ് കൂടെ ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ചടങ്ങിൽ കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി സന്തോഷ്, കീനേരി ബാലകൃഷ്ണൻ, പി കുഞ്ഞികൃഷ്ണൻ, കെ വിജയൻ മാസ്റ്റർ, രവീന്ദ്രൻ കല്ലത്ത്, ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ, സന്തോഷ് കരിവെള്ളൂർ, എ നന്ദകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ച വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 1, 2, 3 വാർഡുകളിലെ പ്രവൃത്തി പൂർത്തീകരിച്ച എടാട്ട് ജുമാ മസ്ജിദ് പടിഞ്ഞാറെ വയൽ റോഡ്, എടാട്ട് ചാലിൽ വളപ്പ് റോഡ്, NH കാനാവീട് പൊതുശ്മശാന റോഡ് എന്നീ പുതിയ ടാറിംഗ് റോഡുകളുടെ ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും നിരവധിയായിട്ടുള്ള റോഡുകളിലാണ് എടാട്ടിപ്പോൾ മാറ്റം വന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് റോഡുകളെ മാറ്റിയെടുക്കാനുള്ള വലിയ ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ പടിഞ്ഞാറെ വയൽ റോഡിൻ്റെ ഒരു ദീർഘകാലത്തെ ഒരു കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. ഈ റോഡ് യാഥാർത്ഥ്യമായിരിക്കുന്നു. തീർച്ചയായും എടാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേരത്തെയുള്ള ഒരു റോഡ് സ്ഥലം പോലും അക്കുറയേണ്ടി വരാത്ത വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ജിഷ ബേബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ കെ മുരളീധരൻ, കെ അശോകൻ, VT അമ്പു, കെ സതീശൻ, കെ രാമചന്ദ്രൻ, YV സന്തോഷ്, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചീമേനി കാങ്കോൽ റോഡിൽ നാർക്കൽ ബസ് സ്റ്റോപ്പിനടുത്ത് മാലിന്യം തള്ളിയ നിലയിൽ. ഈ പ്രദേശം ഇപ്പോൾ ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ ഇടമായി മാറിയിരിക്കുകയാണ്. ചീമേനി കാങ്കോൽ റോഡിൽ നാർക്കൽ ബസ് സ്റ്റോപ്പിനടുത്ത് മാലിന്യം തള്ളിയ നിലയിൽ. ബസ് സ്റ്റോപ്പിനടുത്ത വളവിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ദുർഗന്ധം പുറത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ സ്ഥിരമായി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണ്. കൂടാതെ ചെരുപ്പ് നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഭാഗങ്ങളും ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത് കാണാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓണക്കുന്ന് ജനശക്തി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന വായനായനം പരിപാടിക്ക് സമാപനമായി. പ്രശസ്ത സാഹിത്യകാരൻ TP വേണുഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണക്കുന്ന് ജനശക്തി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന വായനായനം പരിപാടിക്ക് സമാപനമായി. ഓണക്കുന്നിൽ PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ വീട്ടുമുറ്റത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത സാഹിത്യകാരൻ TP വേണുഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്ലാൻ ചെയ്യുന്നത് എന്നത് വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. ഞാൻ തന്നെ ഇവിടെ ഈ പയ്യന്നൂർ താലൂക്കിൽ തന്നെ 4-5 പരിപാടികൾ ഇതിനു മുമ്പ് ഈ വായനായനത്തിന്റെ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് തോന്നിയൊരു കാര്യം, ഇത്രയും ഒരു ജനകീയമായ ഒരു കൂട്ടായ്മ പുസ്തകത്തെ സംബന്ധിച്ച്, സാധാരണഗതിയിൽ പുസ്തകം വായന എന്നൊക്കെ പറയുന്നത് ഏതാനും ബുദ്ധിജീവികളുടെ മാത്രം കാര്യമാണ് എന്നുള്ളത് കൊണ്ട് പല ആളുകളും അങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കാറുണ്ട്. PV കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. VV നാരായണൻ, P ചന്ദ്രൻ മാസ്റ്റർ, ശ്രുതി T തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. TP വേണുഗോപാലന്റെ മണ്ണ് എന്ന കഥാസമാഹാരത്തെ P ചന്ദ്രൻ മാസ്റ്റർ പരിചയപ്പെടുത്തി. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിഷുവിളക്ക് ഉത്സവത്തിനൊരുങ്ങി അതിയടം ശ്രീ പാലോട്ടുകാവ് ക്ഷേത്രത്തിൽ പുതിയ അന്തിതിരിയനായി PK കുമാരനെ ആചാരപ്പെടുത്തി. അതിയടം ശ്രീ പാലോട്ടുകാവിൽ അന്തിതിരിയനായി 19 വർഷക്കാലമായി സേവനമനുഷ്ഠിച്ചു വരുന്ന PK കുഞ്ഞിക്കണ്ണൻ അന്തിതിരിയൻ ആരോഗ്യപരമായ കാരണത്താൽ സ്ഥാനമൊഴിഞ്ഞു. പുതിയ അന്തിതിരിയനായി PK കുമാരനെ പ്രശ്നചിന്തയിൽ തീരുമാനിച്ചു. കുടുംബക്കാർ, ക്ഷേത്രഭാരവാഹികൾ, മേൽക്കോയ്മമാർ, മറ്റു ക്ഷേത്ര അടിയന്തിരക്കാർ ഭാരവാഹികൾ, ഊർക്കഴകം ഭാരവാഹികൾ, നാട്ടുകാർ എന്നിവരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയ അന്തിതിരിയനെ ആചാരപ്പെടുത്തൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു. പഴയ പൂർവികന്മാരുണ്ടാക്കി വെച്ച ഒരു ചരിത്രമാണ്. ഇവിടെ നമ്മൾ വിഷുവിളക്ക് 5-ാം ദിവസം നമ്മൾ പാലോട്ടുകാവ് മെല്ലോട്ട് അന്ത്യത്തിനടക്കം ഉള്ള ആചാരക്കാരും ഇവിടുത്തെ പാലോട്ട് ദൈവത്തിന്റെ കോലധാരടക്കം മെല്ലോട്ട് പോയി അവിടുത്തെ പാലോട്ട് ദൈവത്തിന്റെ മുടി വെക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയി ആ അവിടെ പാലോട്ട് ദൈവത്തിന്റെ മുടി വെക്കുമല്ലോ. അതിനുശേഷം അവിടെ അന്യതർ തുടങ്ങുമല്ലോ.
അതുപോലെ തന്നെ 7-ാം വിളക്കിന് കല്ലോട്ടുനിന്ന് അവിടുത്തെ ആചാരാതിഥ്യനും ആചാരക്കാർക്ക് ഇവിടെ വന്ന് ഇവിടെ പാലോട്ട് ദൈവത്തിൻ്റെ മുടി വെക്കണമെങ്കിൽ അവർ വന്ന് വേണം മുടി വെച്ചിട്ടും ഇവിടെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ കല്ലോട്ടത്തെ അവർ വന്ന അരിയും കുറിയും ഇട്ടതിന് ശേഷമാണ് അന്നദാനത്തിന് പോലും തുടക്കം കുറിക്കല്. അതിയടം പാലോട്ടുകാവിലെ പ്രധാന ഉത്സവമാണ് വിഷുവിളക്കുത്സവം. 7 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുക. പാലോട്ട് ദൈവം, പുലിയൂർ കാളി, പുതിയ ഭഗവതി, കുണ്ടൂർ ചാമുണ്ടി, കുറത്തിയമ്മ, വിഷ്ണുമൂർത്തി തുടങ്ങി വ്യത്യസ്ത തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഏപ്രിൽ 13 മുതൽ 20 വരെയാണ് വിഷുവിളക്കുത്സവം. വിവിധ ദേശക്കാരുടെ കാഴ്ചവരവ്, കരിമരുന്ന്, കലാപരിപാടികൾ എന്നിവയും നടക്കും. സെക്രട്ടറി KV രാമദാസ്, പ്രസിഡന്റ് VP ചന്ദ്രൻ, ഷിജു മല്ലിയോടൻ, PK രാഘവൻ, PK കൃഷ്ണൻ, PK രാജൻ, PK ജനാർദ്ദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് 616ന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് 616ന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിനചര്യ എന്ന പോലെ നോക്കിക്കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാലിന്യ സംസ്കരണം എന്നുള്ളത്. അതിലിപ്പോൾ വിദ്യാഭ്യാസമുള്ളവർന്നോ വിദ്യാഭ്യാസം കുറഞ്ഞവർന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഒന്നുമില്ല. നമ്മുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്, എനിക്ക് സർക്കാരിൻ്റെ ഉന്നതതലത്തിൽ വലിയ ജോലിയുണ്ട്, വലിയ പിടിപാടുണ്ട് എന്നൊക്കെ വിചാരിച്ച് സ്വന്തം വീട്ടിൽ സംസ്കരിക്കപ്പെടേണ്ട മാലിന്യങ്ങൾ മറ്റേതെങ്കിലും വളത്തിൽ കൊണ്ടുപോയി ഇടുകയോ റോഡിൻ്റെ സൈഡിൽ വലിച്ചെറിയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഉന്നതമായ ബിരുദം നേടിയിട്ടുള്ള മഹത് വ്യക്തിത്വമായി കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് നമ്മളെ കൃത്യമായി മനസ്സിലാക്കണം. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് മെമ്പർ PK ഷീബ, സ്കൂൾ പ്രിൻസിപ്പൽ K ശ്രീകല, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ VV മനോജ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി ലക്ഷ്മണൻ മന്യത്ത്, രമേഷ് ബാബു പാണ്ഡ്യാല, ഹരിതകർമ്മസേന സെക്രട്ടറി പ്രസന്നകുമാരി P, പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി, വാർഡ് മെമ്പർ അശോകൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 1 ചൊവ്വാഴ്ച മന്ത്രി P പ്രസാദ് നിർവഹിക്കും. മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ കണ്ടംകുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 1 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിക്കും. MP MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 2 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിൽ 6 ക്ലാസ് മുറികളും 1 സ്റ്റെയർ റൂമുമാണ് ഉള്ളത്. ചടങ്ങിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു. ആണ്ടാങ്കോലിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കവിയും കലാകാരനുമായ മധുസൂദനൻ കുഞ്ഞിമംഗലത്തെ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹൈസ്കൂൾ SSLC 1987 ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാലയിൽ വെച്ച് ചേർന്ന അനുസ്മരണ യോഗം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. തെക്കുംപാട് തമ്പാൻ വൈദ്യർ സ്മാരക വായനശാലയിൽ ചേർന്ന അനുസ്മരണ യോഗം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് പ്രശംസ നേടുന്ന ഒരു ഘട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. കലാകാരൻ, കലയെ സ്നേഹിക്കുന്ന ഗൗരിപുഴ മാഷയിലും മൃഗം മാഷയിലും എല്ലാവരും ഇവിടെ എത്തിയത് അദ്ദേഹം അവരുമായി ഉള്ള ഒരു ബന്ധത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവികളായ കുരിപ്പുഴ ശ്രീകുമാർ, മുരുകൻ കാട്ടാക്കട എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ദീപു, KKR വെങ്ങര, ഗിരീഷ് ഗ്രാമിക, പ്രകാശൻ ചെങ്ങൽ, ശ്രീധരൻ മാസ്റ്റർ, ബാബു മാസ്റ്റർ, MK മനോജ് കുമാർ, ലക്ഷ്മണൻ മന്ദിത്ത്,
മനോജ് കെ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി LED TV നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ TV അധികൃതർക്ക് കൈമാറി. കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും മറ്റുള്ളവർക്കും ഒഴിവ് സമയങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിനായി വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി LED TV നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ TV ആശുപത്രി അധികൃതർക്ക് കൈമാറി. സൊസൈറ്റി സെക്രട്ടറി T ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ മെഡിക്കൽ ഓഫീസർ TP രാജി, VV പ്രഭാകരൻ, ജനതാ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KV സുധാകരൻ, M ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒരുമിക്കാം ക്ഷയരോഗമുക്തിക്കായി എന്ന മുദ്രാവാക്യമുയർത്തി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മാത്തിൽ ടൗണിൽ മനുഷ്യക്കോട്ട നിർമ്മിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുമിക്കാം ക്ഷയരോഗമുക്തിക്കായി എന്ന മുദ്രാവാക്യമുയർത്തി കാങ്കോൽ ആലപ്പടമ്പ് ജനപ്രതിനിധികളുടെയും ആരോഗ്യ ആശാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മാത്തിൽ ടൗണിൽ മനുഷ്യക്കോട്ട തീർത്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ ഗവൺമെന്റിന്റെ തന്നെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിനെ ക്ഷയരോഗമുക്ത പഞ്ചായത്തായിട്ട് ഒരു പ്രഖ്യാപനം ഇപ്പം നടത്തി കഴിയുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു അംഗീകാരം പഞ്ചായത്തിന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം കാണേണ്ട ഒരു കാര്യം. അംഗീകാരം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ നിലനിർത്തി പോവുകയും രണ്ടാം വർഷവും മൂന്നാം വർഷവും, അതായത് ഗോൾഡ് മെഡലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന തരത്തിലേക്ക് നമുക്കതിനെ മാറ്റിയെടുക്കാൻ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട സമയം കൂടിയാണ് നമ്മുടെ മുന്നിലേക്കുള്ളത്. വൈസ് പ്രസിഡന്റ് K പത്മിനി അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TM സതീശൻ മാസ്റ്റർ, KG ബിന്ദുമോൾ, K പങ്കജാക്ഷൻ, DL പ്രമോദ്, VP ഗീത, KV പവിത്രൻ, ആശ കാഞ്ചന എന്നിവർ സംസാരിച്ചു. ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്ന പദവി നിലനിർത്തുന്നതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം തുടർന്നുമുണ്ടാകണമെന്നും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏപ്രിൽ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആശമാർ മുഖേന സ്വമേധയാ കഫപരിശോധനയ്ക്ക് തയ്യാറാകുന്നവരിൽ നിന്നും നറുക്കെടുക്കുന്ന 3 പേർക്ക് ഓണക്കോടി സമ്മാനം നൽകുമെന്നും നറുക്കെടുപ്പും സമ്മാന വിതരണവും സെപ്റ്റംബർ 1 നടത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. IRPC കരിവെള്ളൂർ സൗത്ത് ലോക്കൽ ഗ്രൂപ്പ് വാർഷിക സംഗമം ഓണക്കുന്ന് AKG മന്ദിരത്തിൽ നടന്നു. IRPC സോണൽ ചെയർമാൻ ഡോക്ടർ M ഹരിദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. IRPC കരിവെള്ളൂർ സൗത്ത് ലോക്കൽ ഗ്രൂപ്പ് വാർഷിക സംഗമം ഓണക്കുന്ന് AKG മന്ദിരത്തിൽ നടന്നു. IRPC സോണൽ ചെയർമാൻ ഡോക്ടർ M ഹരിദാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ആ ചങ്ങലയിൽ എന്താ കാരണം? നമ്മളെ പിടിക്കാൻ വേണ്ടി പറ്റില്ല, ഈ തലമുറയെ പിടിക്കാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ പുത്തൻ തലമുറയെ മാത്രമേ അവർക്ക് അതിനകത്ത് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ലഹരി കോളേജുകളിൽ നിന്നും മാറിയിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഹൈസ്കൂളുകളിലേക്ക് UP-കളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ സബ് ജില്ലയിൽ നിന്ന് UP-യിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ കണ്ണികളായിട്ട്. ചടങ്ങിൽ AK ഗിരീഷ് കുമാർ അധ്യക്ഷനായി. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം JHI ജയപ്രകാശ് KT ലഹരി വിരുദ്ധ സന്ദേശം നൽകി. KV രാധാകൃഷ്ണൻ മേൽക്കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. K രവീന്ദ്രൻ, PV ലക്ഷ്മണൻ നായർ, TP ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയർഡ് സോൾജിയർ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയർഡ് സോൾജിയേഴ്സ് ഓഫ് ഇന്ത്യ പയ്യന്നൂർ ഏരിയ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ജോലി പ്രവർത്തിച്ചിട്ടുള്ള ജവാന്മാർ തിരിഞ്ഞു വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ 40-45 വയസ്സൊക്കെ ആകുമ്പോൾ തിരിഞ്ഞു വരുന്ന സഹോദരങ്ങളെ, അവരുടെ കഴിവുകളെ തുടർന്നും നമ്മുടെ നാടിനു വേണ്ടി വിനിയോഗിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ മേഖലയിലെ ആളുകളെ അടുത്ത ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം P മുരളീധരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. NK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ PV സ്വാഗതം പറഞ്ഞു.
ഏരിയ സെക്രട്ടറിയായി രവീന്ദ്രൻ PVയെയും പ്രസിഡന്റായി സുരേന്ദ്രൻ NKയെയും ട്രഷററായി ഷിർദി ദാസിനെയും ജോയിന്റ് സെക്രട്ടറിയായി സുരേന്ദ്രൻ PAയെയും വൈസ് പ്രസിഡന്റായി വിജയനെയും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കൺവെൻഷൻ മാത്തലിൽ നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU പെരിങ്ങോം ഏരിയ കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഏരിയകളിലും സജീവമായിട്ട് പ്രവർത്തനം കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ കണ്ണൂരിൽ സാക്ഷാൽ കണ്ണൂർ ഏരിയ കമ്മിറ്റി പ്രവർത്തനം ശരിയായി നടത്താൻ തോന്നിയില്ല. അതുപോലെ ആലക്കോട് ശ്രീകാലൊന്നും സജീവമായ പ്രവർത്തനം വഹിക്കില്ല. ബാക്കിയുള്ള ഏരിയകളെല്ലാം ഏരിയ കമ്മിറ്റി രൂപീകരിച്ച് ഒരു മുൻസിപ്പൽ മന്ത്രിയും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് താഴെ മേഖലാ ഡിവിഷൻ കമ്മിറ്റികൾ പൂർണ്ണമായി കൊണ്ടുവന്ന് പറയാൻ വേണ്ടി കഴിയും. സമ്മേളനത്തിൽ K. സത്യഭാമ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ പ്രസിഡന്റ് MB ദാമോദരൻ, KM ഷാജി, KV ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെയ് 20 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. PV കൃഷ്ണൻ ഗുരുക്കൾ സ്മാരക എൻഡോവ്മെന്റ് അവാർഡ് ദാനം ഏപ്രിൽ 3 വൈകിട്ട് 5 മണിക്ക് കണ്ടോന്താറിൽ നടക്കും. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവി കണ്ടതോടെ 1 മാസക്കാലത്തെ നോമ്പ് പൂർത്തിയാക്കി നാടെങ്ങും തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ പള്ളികളിൽ നടന്ന ഈദ്ഗാഹിനും പെരുന്നാൾ നമസ്കാരത്തിനും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. എമ്പുരാൻ എഡിറ്റ് ചെയ്യാൻ തയ്യാറായത് ഫാസിസ്റ്റ് പേടിയുടെ ഭാഗമായാണെന്നും വർത്തമാനകാല ഭാരതത്തിലെ നവഫാസിസത്തിന്റെ മുഖങ്ങളെ മുഖ്യധാരാ സിനിമയുടെ ക്യാൻവാസിൽ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ചരിത്രപരമായ പ്രാധാന്യമെന്നും പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട. കരിവെള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനിയും വൈക്കം സത്യാഗ്രഹ നായകനുമായ കീഴേട്ടിലം രാമൻ ഇളയതിന്റെ മക്കൾക്കായി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന് തറക്കല്ലിട്ടു. KPCC അധ്യക്ഷൻ K. സുധാകരൻ MP തറക്കല്ലിട്ടത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനവും ഘോഷയാത്രയും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ പ്രഖ്യാപനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.